എല്ലാവർക്കും റൂട്ട്സ് അഗ്രികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏലം കൃഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മാസത്തെ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്നൊക്കെ വേണം നമുക്കിതിനെ വിളിക്കാം. അതായത് കഠിനമായിട്ടുള്ള വേനലിൽ നിന്നും മഴയിലേക്ക് മാറുന്ന ഒരു സമയം കൂടെയാണ് നമ്മുടെ ഈ മെയ് മാസം എന്ന് പറയുന്നത്. നമ്മുടെ ഈ മെയ് മാസത്തിലെ നമ്മുടെ ഏലകൃഷി പരിചരണത്തെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു മാനുവൽ കാറ് നമ്മളതിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ ഗിയറിൽ നിന്നും രണ്ടാമത്തെ ഗിയറിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടാണ് സാധാരണ ഗിയർ ഇടാറുള്ളത്. അതെന്തിനാ? ഒരു സ്മൂത്തായിട്ട് വണ്ടി അടുത്ത ഗിയറിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഗിയർ ബോക്സിനൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കഠിനമായിട്ടുള്ള വേനലിൽ നിന്നും മഴയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് അല്ലെങ്കിൽ ആ ഇടസമയമാണ് നമ്മുടെ മെയ് എന്ന് പറയുന്നത്. ഈ മെയ് മാസത്തിലെ പരിചരണം നമ്മൾ സ്മൂത്തായിട്ട് നമ്മൾ നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കി ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്കിനി വരാൻ പോകുന്ന 3 മാസം, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് തുടങ്ങി ഈ 3 മാസങ്ങളിൽ നമുക്ക് നമ്മുടെ ചെടികളെ ശരിയായ രീതിയിൽ പരിചരിക്കുവാനും നിലനിർത്തുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയ് മാസം എന്ന് പറയുന്നത് മഴയ്ക്കുള്ള മുന്നൊരുക്കമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മഴ എന്ന് പറയുന്നത് നമുക്ക് നല്ല ആഹ്ലാദം തരുന്ന അല്ലെങ്കിൽ ഹരം തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മഴയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന 2 വിപത്തുകളുണ്ട്. അതിലൊന്നാമത്തേതാണ് അഴുകൽ രോഗങ്ങൾ. നമുക്കറിയാം, തട്ടമുറിച്ചിൽ, തട്ട അഴുകി മറിയുന്ന പ്രശ്നം, അതുപോലെ തന്നെ കൊത്തൊഴുകൽ. അപ്പോൾ ഈ അഴുകലിൻ്റെ കുമിളുകൾ നമ്മുടെ മണ്ണിൽ അതിൻ്റെ വിത്തുകൾ പെട്ടെന്ന് മുളയ്ക്കും. മഴ വരുമ്പോഴത്തേക്ക് ആ വിത്തുകളൊക്കെ മുളച്ച് നമ്മുടെ ചെടിയിൽ ഈ വിത്തുകൾ ആക്റ്റീവായിട്ട് പ്രവേശിച്ച് നമ്മുടെ ചെടികളെ നശിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് കാറ്റ് എന്ന് പറയുന്ന പ്രശ്നം. അപ്പോൾ ഈ മെയ് മാസത്തിൽ മഴയ്ക്ക് മുന്നൊരുക്കമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തോട്ടങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മാസം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു കാര്യമാണ് ഷെയ്ഡ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തോട്ടങ്ങളിലെ ഷെയ്ഡ് പ്രോപ്പറായിട്ട് ഇറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടുതലായിട്ട് അഴുകിൽ കണ്ട തോട്ടങ്ങളെന്ന് പറയുന്നത് ഷെയ്ഡ് കണ്ടമാനം നിന്ന തോട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ഷെയ്ഡ് ഇറക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ചോദ്യമാണ്, നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമ്മൾ ഷെയ്ഡ് ഇറക്കേണ്ടതെന്നുള്ളൊരു കാര്യം. നമുക്കറിയാം, ഈ വർഷം എൽ നിനോ എഫക്റ്റാണ് പറഞ്ഞേക്കുന്നത്. അതായത് മഴക്കുറവ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലായതുകൊണ്ടും കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഷെയ്ഡ് വെട്ടിയിറക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് അധികം അടഞ്ഞു നിൽക്കാത്ത രീതിയിൽ ആ ഷെയ്ഡ് ഇറക്കി വിടുന്നതായിരിക്കും നല്ലത്. ആ മേലിലുള്ള തളിർപ്പ് അങ്ങനെ തന്നെ നമ്മൾ നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, നമ്മൾ ഏത് സമയത്താണ് പ്രോപ്പറായിട്ട് ഷെയ്ഡ് ഇറക്കേണ്ടത്? പല തോട്ടങ്ങളിലും കാണാൻ സാധിച്ചു, ഏപ്രിലിൽ ആദ്യമേ തന്നെ, ഈ കഴിഞ്ഞ വർഷം അടുക്കിയതൊക്കെ കൊണ്ട് ഏപ്രിൽ ആദ്യം തന്നെ കൂടുതൽ തോട്ടങ്ങളിൽ ഷെയ്ഡ് കണ്ട മണമിറക്കി. അങ്ങനെ തോട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പം പ്രോപ്പർ ടൈം എന്ന് പറയുന്നത് മെയ് മാസം തന്നെയാണ്. അപ്പം വലിയ പ്ലാന്റേഷൻസൊക്കെ ആണെങ്കിൽ, വലിയ തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ മെയ് 1 മുതൽ തന്നെ ഷെയ്ഡ് ഇറക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതാണ്. അതല്ല, ചെറിയ തോട്ടങ്ങളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് 1-2 നല്ല വേനൽ മഴ ലഭിച്ചതിന് ശേഷം നമ്മുടെ മണ്ണൊക്കെ ഒന്ന് തണുത്ത് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മൾ ഷെയ്ഡ് ഇറക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അതുപോലെ തന്നെ നമ്മൾ മെയ്യിൽ പ്രോപ്പറായിട്ട് ഷെയ്ഡ് ഇറക്കുവാണെങ്കിൽ അടുത്ത വേനലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ തോട്ടങ്ങളിൽ തളിപ്പുകൾ, മരങ്ങൾക്ക് നല്ല തളിപ്പുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ വേനലിന് അധികം കഠിനമായിട്ടുള്ള വേനൽ ചെടികൾ കേൾക്കത്തുമില്ല. അതേസമയം കഴിഞ്ഞ വർഷം ഇറക്കിയതുപോലെ നമ്മൾ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ സമയത്തൊക്കെ നമ്മൾ ഷെയ്ഡ് ഇറക്കുവാണെങ്കിൽ അടുത്ത വേനലാകുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് തളിപ്പുകളാവാതെ നിൽക്കുകയും ഈ വർഷം കണ്ടതുപോലെ കൂടുതലായിട്ട് ഉണക്ക് നമ്മുടെ ചെടികളിൽ ഏൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ തോട്ടങ്ങളിൽ നീർവാർച്ച ഉണ്ടാകുവാനായിട്ട് നമ്മൾ കാനകളൊക്കെ ഒന്ന് വൃത്തിയാക്കി നിർത്തുക. അതായത് നമ്മുടെ തോട്ടങ്ങളിലുള്ള ഡ്രെയിനേജ് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകാനായിട്ട് നമ്മൾ ക്ലീനാക്കി നിർത്തുക. പ്രത്യേകിച്ച് കണ്ടം സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ പഴയ പോയ തട്ടകളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഒടിഞ്ഞു നിൽക്കുന്ന തട്ടകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയ ശരങ്ങളുണ്ടെങ്കിൽ, പിന്നെ പഴയ കിഴങ്ങുകൾ, അഴുകാറായി നിൽക്കുന്ന കിഴങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടങ്ങളിൽ നിന്ന് അതിനൊന്ന് മാറ്റിക്കളയാൻ വേണ്ടി, ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വർഷം അഴുകിയ തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ
നമ്മുടെ ചെടികളുടെ നടുവിലൂടെ ചപ്പുകളൊക്കെ കിടപ്പുണ്ടെങ്കിൽ, കട്ടിക്ക് പഴയ ചപ്പുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് മണ്ണിലെ കുമിളുകൾ പെട്ടെന്ന് തന്നെ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെടികളുടെ നടുവിലുള്ള നമ്മുടെ ആ പഴയ ഇലകളൊക്കെ ഒന്ന് മാറ്റി ചെടികൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി നിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യമാണ് ഷെയ്ഡ് നെറ്റ് റിമൂവ് ചെയ്യുക എന്നുള്ളത്. അപ്പം അതും നമ്മുടെ തോട്ടങ്ങളിൽ നമ്മൾ മാർച്ച് ആദ്യമൊക്കെ തന്നെ ആയപ്പോഴത്തേക്ക് എല്ലായിടത്തും തന്നെ ഷെയ്ഡുകൾ കിട്ടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കിട്ടിയ തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല 1-2 മഴയൊക്കെ കിട്ടി അന്തരീക്ഷമൊക്കെ തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഷെയ്ഡ് നെറ്റുകളൊക്കെ തീർച്ചയായിട്ടും റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മെയ് മാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്ന, എല്ലാവർക്കും ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുമ്മായത്തിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ മെയ് മാസത്തിൽ നമ്മുടെ pH കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ കുമ്മായം ഡ്രഞ്ചിങ് കൊടുക്കാറുണ്ട്. നമ്മൾ 2 രീതിയിൽ ചെയ്യും. അപ്പം എനിക്കാണെങ്കിലും ചില കർഷകർക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കുമ്മായം വിതറി കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, കുമ്മായം ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത് നമ്മുടെ നല്ല 1-2 വേനൽ മഴ തോട്ടങ്ങൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ കുമ്മായത്തിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. മണ്ണ് അത്യാവശ്യം തണുത്ത് നിൽക്കുമ്പോഴേ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ. ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കുമ്മായം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ക്ഷീണം നമ്മുടെ ചെടികളിൽ കാണിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ കുമ്മായം ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കക്ക നീറ്റിയത് അതൊരു 150 ഗ്രാം നമ്മുടെ ചെടിക്കകത്തും അതുപോലെ തന്നെ ഒരു 150 ഗ്രാം ചെടിക്ക് പുറമേ ആയിട്ട് നല്ലപോലെ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ കലക്കി ഒഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് കലക്കി ഒഴിക്കുന്നത് തന്നെയാണ്. കലക്കി ഒഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കൊടുക്കേണ്ട ഡോസ് എന്ന് പറയുന്നത് നീറ്റിയ കക്ക, അത് കുമ്മായം, അതൊരു 3 കിലോ 2 മുതൽ 3 കിലോ വരെ നമുക്ക് കൊടുക്കാം. ഈ വർഷങ്ങളിൽ കുമ്മായം ആപ്ലിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 കിലോ കുമ്മായം 200 ലിറ്റർ വെള്ളത്തിലെ കണക്കിൽ അതിൻ്റെ കൂടെ ചിലേറ്റഡ് കോപ്പർ ഓക്സിക്ലോറൈഡ് അല്ല, COC അല്ല, ചിലേറ്റഡ് കോപ്പർ, റിലീസ് ചിലേറ്റഡ് കോപ്പർ നമ്മുടെ മണ്ണിലുള്ള നമ്മുടെ പിത്തിയം, അഴുകൽ രോഗങ്ങളെയൊക്കെ നമ്മുടെ ഈ കുമിളുകളെ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലൊരു മൂലകമാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പം റിലീസ് ചിലേറ്റഡ് കോപ്പർ അതൊരു 50 ഗ്രാം. അതിൻ്റെ കൂടെ സൾഫർ നമ്മുടെ മണ്ണിലെ ഫംഗൽ എഫക്റ്റുകളെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള കീടങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സൾഫർ വളരെ നല്ലൊരു മൂലകമാണ്. അപ്പോൾ സൾഫർ അതൊരു 200 ഗ്രാം. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 6 ലിറ്റർ വരെ നമ്മുടെ ചെടിക്കകത്തും ഒരു 6 to 7 ലിറ്റർ ചെടിക്ക് പുറമേയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവനൊരു 12 മുതൽ 14 ലിറ്റർ വരെ കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒന്ന് ഫുള്ളായിട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഈ മെയ് മാസത്തിലെ നമ്മുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മുടെ ഈ അഴുകൽ പ്രശ്നത്തിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ മഴയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഘടകമാണ് നമ്മുടെ ഫംഗിസൈഡുകൾ എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ടും നമുക്കറിയാം, നമ്മുടെ മണ്ണിൽ കൂടുതലായിട്ട് കാണുന്നത് ഫ്യുസേരിയത്തിൻ്റെ കുമിളുകൾ ആണ് കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. പിന്നെ ചെറിയ രീതിക്ക് തട്ടമറിച്ചിലൊക്കെ കാണുന്നുണ്ട്. മഴ കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ഫ്യുസേരിയം ആണെങ്കിലും തട്ടമറിച്ചിലിൻ്റെ കുമിളുകളാണെങ്കിലും കൊത്തഴുകലിൻ്റെ കുമിളുകളാണെങ്കിലും കണ്ടമാനമായിട്ട് നമ്മുടെ മണ്ണിൽ വർദ്ധിക്കും. അപ്പോൾ നമ്മൾ അതിന് ഒരു പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ മുന്നോടിയായിട്ട് തന്നെ നമ്മൾ ചെറിയൊരു ഫംഗിസൈഡിൻ്റെ ആപ്ലിക്കേഷൻ മണ്ണിൽ കൊടുക്കണം. നമ്മൾ കൂടുതലും സ്പ്രേയിങ്ങിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഈ കുമ്മായത്തിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 10 ദിവസമെങ്കിലും ഗ്യാപ്പ് ഇട്ടതിന് ശേഷം, ഒരു 7 മുതൽ 10 ദിവസം വരെ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫംഗിസൈഡ് ഡ്രഞ്ചിങ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷം അഴുകൽ കണ്ട തോട്ടങ്ങളിൽ തീർച്ചയായിട്ടും ഈ വർഷം അഴുകൽ കാണാനുള്ള സാധ്യത 90% മേലെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ അഴുകലിൻ്റെ സാധ്യതകളെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഫുള്ളായിട്ട് ചിലപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, പക്ഷേ ആ കുമിളുകളുടെ ആധിക്യം പരമാവധി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കുക. അപ്പോൾ ഫംഗിസൈഡ് ഡ്രഞ്ചിങ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ നമ്മുടെ ഫ്യുസേരിയം കുമിളുകൾക്കും അതുപോലെ തന്നെ തട്ടമറിച്ചിൽ അല്ലെ അഴുകൽ കുമിളുകൾക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ COC ഒരു 300 ഗ്രാം, അതിൻ്റെ കൂടെ ഹെക്സാകൊണാസോൾ മെലിക്കോൺ സൂപ്പർ അതൊരു 200 മില്ലി, പിന്നെ പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് സെഞ്ചാർ ഫുഡ് അടങ്ങിയിരിക്കുന്ന അത് കോപ്പർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു പൊട്ടാഷ്യം ഫോസ്ഫണേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 400 മില്ലി. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കേണ്ട അളവെന്ന് പറയുന്നത് 10 മുതൽ 12 ലിറ്റർ വരെ ഒരു ചെടിക്ക് കിട്ടുന്ന രീതികൾ. അതായത് അകത്ത് ഒരു 5 ലിറ്റർ മുതൽ 6 ലിറ്റർ വരെ കൊടുക്കുക, ചുറ്റിലും
നല്ലപോലെ തന്നെ നമുക്കൊരു ഒരടി 2 അടി തള്ളി നല്ലപോലെ വേര് പടലങ്ങൾ ഉള്ളിടത്തും കൂടെ നമ്മളൊരു 6 ലിറ്റർ വരെയെങ്കിലും കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് ഡ്രിഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ അഴുകൽ പോലെയുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും ഫിസേരിയം പോലെയുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും കൺട്രോൾ തരാൻ പറ്റിയ നല്ല ഒരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ അധികം അഴുകൽ ഭീഷണിയൊന്നുമില്ല, ചെറിയ രീതിക്കൊക്കെ ഉള്ളൂ, ഫിസേരി ഭീഷണിയൊക്കെ തോട്ടങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ള തോട്ടങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് സ്പ്രിൻ്റ്. അതൊരു 300 ഗ്രാം, അതായത് നമ്മുടെ കാർബൺഡാസിയും നമ്മുടെ കാർബൺഡാസിയും മാംഗോസബ് അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷനാണ്. അതൊരു 250 മുതൽ 300 ഗ്രാം വരെ. അതിൻ്റെ കൂടെ വലഡാമേഴ്സിന് അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷനാണ്. അതൊരു 200 മില്ലിയും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രിഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ ഫിസേരിയത്തിൻ്റെ ആധിക്യം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. തോട്ടങ്ങളിൽ കൂടുതലായിട്ട് തട്ടകൾക്ക് പഴുപ്പൊക്കെ കാണുന്നുണ്ട്. ഒരു മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ തട്ടകൾ, പോള പൊളിച്ച തട്ടകളൊക്കെ വളരെ വേഗം തന്നെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ലൊരു റെക്കമെൻഡേഷൻ നമ്മൾ സ്പ്രേയിങ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിയ ഒരു ബേസിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രേയിങ് ഞാൻ പറയാം. ആദ്യം തന്നെ അസോസിസ്ട്രോബിൻ ടെബുക്കോണാസോൾ അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷൻ, അതൊരു 200 മില്ലി. അതിൻ്റെ കൂടെ കാൽഷ്യം, ചിലയായിട്ട് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷൻ, അതൊരു 100 ഗ്രാം. അതിൻ്റെ കൂടെ ഓർത്തോസിലിസിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന സിൽവാൾ, അതൊരു 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തട്ടകൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലപോലെ നാരുകട്ടി കൂട്ടാനും തട്ടകളുടെ ഒടിച്ചിലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഫീൽഡിൽ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം അതൊന്ന് നല്ലപോലെ ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ അസോക്സിസ്ട്രോബിൻ ടെബുക്കോണാസോൾ കോമ്പിനേഷന് പകരമായിട്ട് തോട്ടങ്ങളിൽ വളരെ കൂടുതലായിട്ട് തന്നെ ഫിസേരിയത്തിൻ്റെ ആധിക്യം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു സ്പ്രേ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോവിറ്റ്, സിൻജൻറ്റയുടെ ഗ്ലോവിറ്റ്, പ്രൊപ്പിക്കണോസോൾ ഡൈഫെനോക്കണോസോൾ അടങ്ങിയിരിക്കുന്ന കോമ്പിനേഷനാണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാൽഷ്യം 100 ഗ്രാം, സിൽവാൾ 200 ഗ്രാമും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തട്ടകൾക്ക് നല്ലപോലെ തന്നെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ തോട്ടങ്ങളിൽ കാണപ്പെടുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലെന്ന് പറയും. അതായത് ചൂട് അതികഠിനമായിട്ട് കൂടുമ്പോഴും അതുപോലെ തന്നെ വളരെ വേഗം തന്നെ കഠിനമായിട്ടുള്ള മഴ വരുമ്പോഴും മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ തോട്ടങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു കാര്യമാണ്. വേരുകൾ പോകുമ്പോഴത്തേക്ക്, അതായത് ചൂട് കൂടുമ്പോഴും അധികമായിട്ടുള്ള മഴ കൂടുമ്പോഴും വേരുകൾക്ക് സമ്മർദ്ദമുണ്ടാകും, വേരുകൾ പോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ നമുക്ക് കഠിനമായിട്ട് കൂടുന്നത്. അധികം കൂടാതിരിക്കാനായിട്ട് നമുക്ക് പലപ്പോഴൊക്കെ മഞ്ഞപ്പിഞ്ച് പൊഴിയാനുള്ള മറ്റൊരു കാരണമെന്ന് പറയുന്നത് ചെറിയ ന്യൂട്രിയൻസിൻ്റെ കുറവൊക്കെ വരുമ്പോഴത്തേക്കും മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമുക്ക് അധികം ഫോളിയാറായിട്ട് NPK വളങ്ങൾ നമുക്ക് സ്പ്രേ കൊടുക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫംഗിസൈഡ് കോമ്പിനേഷൻ്റെ കൂടെ നമുക്ക് സ്പ്രേ കൊടുക്കാൻ പറ്റിയ ഒരു 1-2 കോമ്പിനേഷൻ നമുക്ക് സംസാരിക്കാം. അതിലേറ്റവും ആദ്യത്തേതാണ് മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കുന്ന എക്സീഡ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. ഇപ്പോൾ എക്സീഡ് അമിനോച്ചുലേഷനുള്ള എക്സീഡാണ്, മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലപോലെ ഇല കൂട്ടി സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ന്യൂട്രിയൻ്റ് മിക്സ്ചറാണ് നമ്മുടെ കോംബോ എക്സ്പേർട്ടിൻ്റെ ക്യാപ്മാഗ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. കാൽഷ്യം, ബോറോൺ, മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ അതൊരു 200 മില്ലി നല്ലപോലെ മിക്സ് ചെയ്ത് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ അതും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സോൾഫിറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അമിക്കാൽ എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ്. അപ്പം നമുക്കതിനകത്ത് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് അമിനോ ആസിഡ് വരുന്നൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 മില്ലിയാണ് 200 ലിറ്റർ വെള്ളത്തിൽ ഡോസേജ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ കോമ്പിനേഷൻസ് നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗിസൈഡിൻ്റെ കൂടെയൊക്കെ ഒന്ന് സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നമുക്ക് നല്ലൊരു തുലാമഴയൊക്കെ ലഭിക്കാൻ പോവുകയാണ്. നല്ലൊരു മഴക്കാലമാണ് നമുക്കിനി വരാൻ പോകുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം പ്രീ മൺസൂൺ എന്ന് പറയുന്ന സമയത്താണ്, അതായത് ഒരു കഠിന മഴയ്ക്ക് മുന്നേ ഉള്ള മഴ സമയത്തൊക്കെയാണ് നമ്മുടെ മണ്ണിലെ കുമിളുകളൊക്കെ നല്ലപോലെ ആക്റ്റീവ് ആകുന്നത്. കഴിഞ്ഞ വർഷം നമുക്കറിയാം നല്ലപോലെ നമ്മുടെ തോട്ടങ്ങളൊക്കെ അഴുകിയിരുന്നു. അപ്പം ഈ വർഷം ഈ ടൈമിൽ നമ്മുടെ ഈ മണ്ണിലുള്ള കുമിളുകളൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ഈ മാസത്തിൽ നല്ലപോലെ തന്നെ നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ മെയ് മാസത്തിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് പരിചരണ മാർഗ്ഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ കൺസൾട്ടിംഗ് ഒക്കെ വേണ്ടവരൊക്കെ ആണെങ്കിൽ നമ്മുടെ നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.